നമുക്ക് ഈ ഒരു ഉടുപ്പിൻ്റെ കളർ മാറ്റണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് ക്വിക്ക് സെലക്ഷൻ ടൂളുണ്ട് ഇവിടെ, കണ്ടല്ലേ, ക്വിക്ക് സെലക്ഷൻ ടൂള്. ആ ക്വിക്ക് സെലക്ഷൻ ടൂൾ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഡ്രാഗ് ചെയ്യണേ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് ഈ ഒരു ക്ലോത്തിൻ്റെ ടെക്സ്ചർ മാത്രം സെലക്റ്റായി. എല്ലാ തവണയും അങ്ങനെ കിട്ടണമെന്നില്ല. ഇതിപ്പം ജസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ ഇനി കിട്ടുന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളെങ്ങനെ എന്ത് ചെയ്യും, വീണ്ടും ട്വീക്ക് ചെയ്ത് അത് കറക്റ്റ് കൊണ്ടുവരിക. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ Ctrl+J അടിക്കുക. അപ്പോൾ എന്ത് പറ്റും, എനിക്ക് ഉടുപ്പ് മാത്രം കിട്ടിയല്ലോ അല്ലേ. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഗ്രേഡിയൻ്റ് ആണെങ്കിൽ ഗ്രേഡിയൻറ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പോലെ ഗ്രേഡിയൻറ്റ് ക്രിയേറ്റ് ചെയ്യണേ. ഇതിൻ്റെ അകത്തുനിന്ന് ഗ്രേഡിയൻറ്റ് ഏത് ടൈപ്പ് ഓഫ് ഗ്രേഡിയൻ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, പിങ്ക് ആണോ, ഞാനിപ്പോൾ പിങ്ക് ആണെങ്കിൽ പിങ്ക് ഗ്രേഡിയൻറ്റ് കൊടുത്തു. അതിൻ്റെ അകത്ത് ലീനിയർ മാറ്റി റേഡിയൽ കൊടുക്കാം, റിഫ്ലക്റ്റഡ് കൊടുക്കാം. റിഫ്ലക്റ്റഡിൻ്റെ ഇതിൻ്റെ സംഭവം സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ആക്കാം. ഓക്കെ, ഇങ്ങനെ ആക്കിയെന്ന് വിചാരിക്കുക. എന്നിട്ട് ഇതുണ്ടോ, ഈ ഗ്രേഡിയൻറ്റിനെ ഞാൻ ഇതിലോട്ടങ്ങ് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. കണ്ടോ, ഒറ്റയടിക്ക് കളർ മാറി, പക്ഷേ ആ ഒരു ഫീല് കിട്ടുന്നില്ല അല്ലേ. നമ്മൾ എന്തോ എടുത്ത് വെച്ചിരിക്കുന്ന പോലെയാണ് തോന്നുന്നത് ഇല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നോർമൽ മാറ്റിയിട്ട് എന്താക്കി കൊടുക്കുക, ഇതിൻ്റെ അകത്ത് ഓരോന്നായിട്ട് നിങ്ങൾ മാറ്റി നോക്കുക. കണ്ടോ, ഇപ്പോൾ ആ ചുളുക്കും കാര്യങ്ങളും എല്ലാം വന്നോ സ്ക്രീന്. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ബ്ലെൻഡിങ് ഓപ്ഷൻ എന്നാണ്. എന്താണ് ബ്ലെൻഡിങ് ഓപ്ഷൻ, കളറ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ലൂമിനോസിറ്റി, അതെല്ലാം നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇപ്പോൾ ഞാൻ തൽക്കാലം ആ ഒരു ചുളിവ് കിട്ടാൻ വേണ്ടി മൾട്ടിപ്ലൈ കൊടുത്തു. നോക്കിയേ, ഇപ്പോൾ കറക്റ്റായില്ലേ, ആയല്ലോ. അതാ, ഇനി നമുക്ക് എഡിറ്റ് ചെയ്യാം. വീണ്ടും സെലക്ട് ചെയ്യുന്നു, നിങ്ങൾ എന്ത് മാറ്റിയാലും ആ ഒരു ചേഞ്ച് കറക്റ്റായിട്ട് വരും. അപ്പോൾ ഞാൻ പറയണത് എനിക്ക് ഈ ഗ്രേഡിയൻ്റ് അല്ല വേണ്ടത്, കണ്ട, വേറെ ഗ്രേഡിയൻ്റാണ് വേണ്ടത്, വേറെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് എന്താണ് ഫുൾ കളർ നമുക്ക് ഇതിൻ്റെ അത് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ ഏത് കളറാണ് ആ ഒരു പർട്ടിക്കുലർ കളറിലേക്ക്, ബ്ലൂ ആണെങ്കിൽ ബ്ലൂ, പിങ്ക് ആണെങ്കിൽ പിങ്ക്, റെഡ് ആണെങ്കിൽ റെഡ്, ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ച്, ഉണ്ടോ, ഏത് കളറാണെന്ന് പറഞ്ഞാൽ അതിൽ. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് റിവേഴ്സ് ചെയ്യാം. കണ്ടോ, നമ്മൾ സാധാരണ ഗ്രേഡിയൻ്റ് റിവേഴ്സ് ചെയ്യുമല്ലോ, അതുപോലെ നമുക്ക് റിവേഴ്സ് ചെയ്യാം. നിങ്ങൾക്ക് സ്വല്പം കൂടെ മൂവ് ചെയ്തിട്ട് അതിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചും കൊടുക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾ പറയുകയാണെങ്കിൽ എനിക്കിതല്ല വേണ്ടത്, ആദ്യം എനിക്കൊരു ടെക്സ്ചർ വേണം, അത് കഴിഞ്ഞിട്ട് എനിക്ക് കളർ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ടെക്സ്ചർ ആദ്യമല്ല അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഉദാഹരണത്തിന് ഞാൻ ഫയൽ പ്ലേസ് ലിങ്ക്ഡ് ടെക്സ്ചർ ഉണ്ടോ നോക്കട്ടെ, ഉടുപ്പിൻ്റെ ഇങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. എന്നിട്ട് എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്, ഒന്നല്ലോ. എന്നിട്ട് ആ ചുളുക്കും കാര്യങ്ങളും കൃത്യമായിട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യുക, നോർമൽ മാറ്റുക. ഉണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്, നോർമൽ മാറ്റുക, എന്താക്കുക, മൾട്ടിപ്ലൈ, അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇനി നിങ്ങൾക്ക് കളറും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ കളർ അഡ്ജസ്റ്റ് ചെയ്യാം. മറിച്ച് ഗ്രേഡിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഗ്രേഡിയൻ്റ് എടുക്കുക. ഗ്രേഡിയൻ്റ് എടുക്കുമ്പോൾ ഒരു പ്രശ്നം കാണിക്കും, ഇതിൻ്റെ അത് ക്ലിപ്പിംഗ് മാസ്ക് അല്ലാത്തതുകൊണ്ടാണ് അത് അങ്ങനെ കാണിക്കുന്നത്. അത് കുഴപ്പമില്ല, അത് നമുക്ക് സോൾവ് ചെയ്യാം. ഞാനിപ്പോൾ റെഡ് ആണെങ്കിൽ റെഡിൻ്റെ ഏതെങ്കിലും ഇവിടെ വെച്ചിട്ട് ഓക്കെ എടുത്തു, റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. അപ്പോൾ ഈ ഒരു ഗ്രേഡിയൻറ്റ് പോയി, ഈ ഒരു ഗ്രേഡിയൻ്റെ അകത്ത് വീണ്ടും ഞാൻ ഇതിൻ്റെ അകത്ത് മൾട്ടിപ്ലൈ കൊടുത്തു. ഇപ്പോൾ രണ്ടും വന്നു, ടെക്സ്ചറും വന്നു, അതും വന്നു, പിടികിട്ടിയോ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കാം, സ്വല്പം കുറയ്ക്കാം. ഇത്രയും എന്താണ് ഇൻറ്റൻസിറ്റി വേണ്ട അതിനെങ്കിൽ നിങ്ങളിത് കുറച്ച് കൊടുക്കുക. അതാ കുറച്ച് കൊടുക്കുക. ഇപ്പോൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ടെക്സ്ചറായിട്ട് ഓഫ് ഓൺ അവിടെ ഓഫ് ചെയ്യുമ്പോൾ ടെക്സ്ചർ മാത്രം കിട്ടും. ഇത് ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ പഴയത് കിട്ടും, 1 2. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണ്, ഇപ്പോൾ വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ വൈറ്റ്, ബേസിക് ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ ബ്ലൂ, ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു കളർ. അതേപോലെ ഇങ്ങനെ കറക്റ്റ് നമുക്ക് ലൈവായിട്ട് കണ്ടുകൊണ്ട് എഡിറ്റ് ചെയ്യാം. റേഡിയലാണെങ്കിൽ റേഡിയൽ, അതിൻ്റെ സ്കെയിലും കാര്യങ്ങളും എല്ലാം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പക്ക ഒറിജിനാലിറ്റി ആയിട്ട് നമുക്ക് സംഭവം കിട്ടും. കണ്ടോ, അപ്പോൾ നമുക്കൊരു ലോഗോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഈ ടീഷർട്ടിലൊക്കെ വെച്ചിട്ട് നമുക്ക് മോക്കപ്പ് ഒക്കെ ചെയ്യാം. അപ്പം ഇത് മാറ്റിയിട്ട് ടീഷർട്ടിൻ്റെ ടെക്സ്ചർ മാറ്റണം പിടിയിട്ടില്ല എന്താണെന്ന്. പിന്നെ ഇനി മോക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു ലോഗോ ചെയ്യും. ഒരു ലോഗോ ചെയ്തിട്ട് പല രീതിയിൽ നമ്മൾ പ്ലേസ് ചെയ്യും. ആ ലോഗോ എവിടെയൊക്കെ പ്ലേസ് ചെയ്യാം, ഒരു നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യാം. ഇപ്പോൾ അത് എന്ത് റിലേറ്റഡ് ലോഗോയാണെന്നനുസരിച്ചാണ് അത് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. ഇപ്പം ടീഷർട്ടിൻ്റെ ജേഴ്സി ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇന്ത്യയുടെ ലോഗോ ആണ് നമ്മൾ ചെയ്യണമെങ്കിൽ മോക്കപ്പായിട്ട്, ഇപ്പോൾ അടുത്ത വേൾഡ് കപ്പിൻ്റെ ലോഗോ ആണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചോ, 10 ആൾക്കാർക്ക് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ മോക്കപ്പായിട്ട് കൊടുക്കുക, ടീഷർട്ടിൽ വെച്ച് കൊടുക്കുന്നു, പിന്നെ വേറെ എന്തിലൊക്കെ വെക്കാം നമുക്ക്. അപ്പോൾ ആലോചിച്ചിട്ട് വേറെ ഏതൊക്കെ ഇതിൽ നമുക്ക് അതിൻ്റെ ലോഗോ പ്ലേസ് ചെയ്യാം. അപ്പോൾ വേറൊരു മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ
അതിൻ്റെ ലോഗോ വേറെ ഏതിലൊക്കെ പ്ലേസ് ചെയ്താൽ മോക്കപ്പ് അവർക്ക് കാണുമ്പം ഇതായിട്ട് തോന്നുന്നുള്ളത്. ഇപ്പോൾ വിസിറ്റിംഗ് കാർഡാണെങ്കിൽ ഒരു 10 വിസിറ്റിംഗ് കാർഡ് വെച്ചിട്ട് വിസിറ്റിംഗ് കാർഡ് ആ സൈഡിൽ ഇരിക്കുന്ന പോലെ ഒരു മോക്കപ്പ്, അങ്ങനെ പല പല മോക്കപ്സിലും നമ്മൾ ചെയ്ത് നോക്കും. തൽക്കാലം ഞാൻ മോക്കപ്പ് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി ഈ ഗ്രേഡിയൻ്റ് അല്ല നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് കളർ അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഒരു സോളിഡ് കളർ എടുക്കുക. ഞാൻ ഓക്കെ കൊടുക്കുന്നു, റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഡയറക്റ്റ് കളറിലോട്ട് കയറിപ്പോവും. നോർമൽ മാറ്റുക, എന്താക്കുക, മൾട്ടിപ്ലൈ ആക്കുക. ഓക്കെ, ഇപ്പോൾ നോർമൽ കളർ. ഇനി കളർ നമുക്ക് ഇഷ്ടത്തിന് മാറ്റിക്കൊണ്ടിരിക്കുക. എന്താ കണ്ടോ? അപ്പോൾ നമ്മളിങ്ങനെ ഏത് കളറാണ് വേണ്ടത് ആ ഒരു കളറിലേക്ക് നമുക്കതിനെ ബ്ലെൻഡ് ചെയ്യാം. എന്നിട്ട് ഇത് പോയാൽ മൊത്തം പോയി. എന്നിട്ട് പതുക്കെ ഇപ്പോൾ കുറച്ച് ഇൻറ്റൻസിറ്റി മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ഇൻറ്റൻസിറ്റി, അത്ര ഡെപ്ത് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഇതിൽ തന്നെ നമുക്ക് ഇൻറ്റൻസിറ്റി കുറയ്ക്കാം. അല്ല, ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ ഇതിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് കറക്റ്റ് ഏത് ഇൻറ്റൻസിറ്റിയിൽ വേണമെങ്കിലും നമുക്ക് ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കാം. മനസ്സിലായോ? അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇനി വാച്ചാണെന്ന് വെച്ചോ, വാച്ചാണ് എനിക്ക് എഡിറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, വാച്ചാണ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് സൂം ചെയ്തിട്ട് നമ്മൾ സെയിം ടൂൾ തന്നെ യൂസ് ചെയ്യുക. അതാണ് ക്വിക്ക് സെലക്ഷൻ ടൂള്. എന്നിട്ട് ഈ വാച്ചിൻ്റെ അകം വാച്ചൊക്കെ ആകുമ്പോഴാണ് നമുക്ക് കുറച്ച് പണി വരുന്നത്. ഇത് നമുക്ക് അതിന് വേണ്ടി റെക്റ്റാങ്കിൾ ടൂൾ എടുക്കാം കേട്ടോ. എന്നിട്ട് റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സെലക്ഷൻ ടൂൾ എടുക്കാം. മാജിക് വാണ്ട്, കൺട്രോൾ ഡി അടിച്ചിട്ട്, ഇതിൽ തന്നെ സെലക്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് മാജിക് വാണ്ട് പതുക്കെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് എല്ലാ പോർഷനും സെലക്റ്റും ആവണം, അതും ഒരു പ്രശ്നമാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഈ വരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്ത ടൂൾ എടുക്കാം, ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂള്. അതാകുമ്പോൾ നമുക്ക് ആ ഒബ്ജക്റ്റിൽ നിന്ന് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് സെലക്ട് ആവും. കുറച്ച് ടൈം എടുക്കും, ആയിട്ടില്ല. ഓക്കെ, അതെല്ലാം പോട്ടെ. നമുക്കല്ലാതെ മാനുവലി തന്നെ സെലക്ട് ചെയ്യാം, അതായിരിക്കും നല്ലത്. അപ്പം ഞാൻ എന്താ ഇവിടെ നിന്ന് ഏത് ടൂൾ എടുക്കാം, പോളിഗൺ ലാസോ ടൂൾ. 1 2 3 4 then 5. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വൃത്തിയായിട്ട് ചെയ്യണം. ഞാൻ ഇപ്പോൾ തൽക്കാലം അങ്ങനെ ചെയ്തതേ ഉള്ളൂ. കൺട്രോൾ ജെ, കട്ടായല്ലോ. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് കളർ കൊടുക്കണം, ഗ്രേഡിയൻ്റ് ആണെങ്കിൽ ഗ്രേഡിയൻ്റ് കൊടുക്കാം. ഇവിടെ സെലക്ട് ചെയ്യുക, എന്ത് കൊടുക്കാം, ഗ്രേഡിയൻറ്റ്. ഓക്കെ, ഗ്രേഡിയൻ്റ് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് ഇതിനെ ബ്ലെൻഡ് ചെയ്യാം. ഇപ്പോൾ ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ, ഓക്കെ, ഗ്രീനിൽ കൊടുത്തു, ഓക്കെ കൊടുത്തു. എന്നിട്ട് റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. കണ്ടല്ലോ, ക്ലിപ്പിംഗ് മാസ്കായി. ഇനി എന്താണ് ഇതിൻ്റെ അകത്തുള്ള പ്രോബ്ലം, എന്താണ്, നോർമൽ മാറ്റുക, എന്താക്കുക, മൾട്ടിപ്ലൈ. കണ്ടോ? അല്ലെങ്കിൽ നോർമലായത് ഇങ്ങനെ ഇരിക്കും. വേറെ ഏതാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് സൂട്ടാവുന്ന അത് സെറ്റാക്കുക. പക്ഷേ ഇത് കണ്ടോ, ഹാർഡ് ലൈറ്റ് ആകുമ്പോൾ അങ്ങനെ ഇരിക്കും, സോഫ്റ്റ് ലൈറ്റ് ആകുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ ഫിക്സ് ചെയ്യുക നിങ്ങൾക്ക് ഏതാണെന്നുള്ളത്. ചിലതിൽ മൾട്ടിപ്ലൈ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, മനസ്സിലായില്ലേ? ഹാർഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈറ്റ് കൂടിയ, കുറച്ചും കൂടെ നല്ല ലൈറ്റ് കൂടിയ സംഭവമായിരിക്കും. സോഫ്റ്റ് ലൈറ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ ലൈറ്റ് കുറവായിരിക്കും. വിവിഡ് ലൈറ്റ് ആകുമ്പോൾ ഹാർഡ് ലൈറ്റ് പോലെ തന്നെ, ലീനിയർ ലൈറ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ ബ്ലീച്ച് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുക, ഓവർലേ ആണെങ്കിൽ ഓവർലേ കൊടുക്കുക. ഓവർലേ കൊടുക്കുക. അത് നമുക്ക് പിന്നെ നോക്കാം എന്തൊക്കെയാണെന്നുള്ള പരിപാടി. ഇത് പിടികിട്ടിയ സംഭവം. ഇനി നമ്മുടെ കയ്യിൽ ഒരു ടെക്സ്ചർ ഉണ്ട് ഇല്ലേ, ഇതിനെ ചുമ്മാ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നാലോ, നോക്കിക്കോണേ. കൺട്രോൾ ജെ ചുമ്മാ അടിച്ചുകൊണ്ടിരുന്നാലോ, 1 2 3 അത് ക്ലിപ്പിംഗ് മാസ്ക് ആയിട്ടില്ല, അതാണ്. കൺട്രോൾ ജെ ഒരെണ്ണം ആഡ് ചെയ്തേ, റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. കണ്ടോ, കുറച്ചും കൂടെ ഒരു തിളക്കം വന്നില്ലേ. കൺട്രോൾ ജെ, റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. കണ്ടോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു ഗ്ലോനെസ് കൂട്ടി കൊണ്ടുവരാം. കൺട്രോൾ ജെ, റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. മനസ്സിലായ സംഭവം? വേണമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഗ്ലോയും കാര്യങ്ങളൊക്കെ നമുക്ക് അത് വേണമെങ്കിൽ നമുക്കങ്ങനെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാം. റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ട്വീക്ക് ചെയ്തിട്ടുള്ളതിൻ്റെ അകത്ത്, ആ വാച്ചിൻ്റെ കളറും കണ്ടോ, ആ വാച്ചിൻ്റെ കളറും പിന്നെ കംപ്ലീറ്റ് ടെക്സ്ചറും. ഓക്കെ, ഇങ്ങനെ ഇരുന്നാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ വാച്ചിന് കളർ കൊടുത്തു. വാച്ചിന് കളർ കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് ടെക്സ്ചർ കൊടുത്തു, പിന്നെ അതിൻ്റെ അകത്ത് ഒരു കളർ കൊടുത്തു. പിടികിട്ടിയ സംഭവം. നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യാതെ ഒരു രക്ഷയില്ല. അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി വരണം. ഇതാണ് ബേസിക് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ. ഇത് നന്നായിട്ട് അരച്ച് കലക്കി പഠിച്ചാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള സോഫ്റ്റ്വെയറിൽ കയറുമ്പോൾ
കുറച്ചുകൂടി എളുപ്പമായിരിക്കുള്ളൂ. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഫോട്ടോഷോപ്പ് തന്നെ ആദ്യം തരുന്നത്. അതിപ്പം ഇതിൻ്റെ അകത്ത് VFX ഉള്ള ആരൊക്കെ ഉണ്ട്? ആനിമേഷൻ VFX അല്ലേ? ഇവിടെയോ ഗ്രാഫിക്, ഇവിടെയോ VFX ആണ്. ഓക്കെ ഓക്കെ. ഏതായിരുന്നാലും ഗ്രാഫിക് VFXകാർക്ക് ഇത് ലാസ്റ്റ് എന്തായാലും അനിമേഷൻകാർക്ക് ഇത് ഫോട്ടോഷോപ്പിലോട്ട് വരേണ്ട ഒരു സമയമുണ്ട്. കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും ഇതിലോട്ട് വരും കേട്ടോ. VFX ഞാനാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഫോട്ടോഷോപ്പിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം, അപ്പോഴത്തേക്ക് അത് മനസ്സിലാവണം. അതേപോലെ 3Dയിലും പോകുമ്പോഴും ടെക്സ്ചറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതിലാണ് ചെയ്യുന്നത്. അത് പോട്ടെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ ഇനിയും നമുക്ക് ഉപയോഗമുണ്ട് നിങ്ങൾക്ക്. ഇവിടെ മസ്റ്റായിട്ടും ഗ്രാഫിക് ഡിസൈനർകാർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റ് എല്ലാം മനസ്സിലായോ? ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി എടുക്കുക.